ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാലയാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ബ്ലാക്കും ഗോൾഡൻ കളറും മുത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചക്കിരിയാണ് എടുത്തിരിക്കുന്നത്. ചക്കിരി എന്ന് വെച്ചാൽ ചിലവർക്ക് അറിയത്തില്ലാണ്ട് ഈ ടൈപ്പ് മുത്തിനെയാണ് ചക്കിരി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലാണെങ്കിൽ കൊളുത്തെടുത്തിട്ടുണ്ട്, 2 സൈഡ് റിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ 0 മണി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കെട്ടാനുള്ള നൂല്, പിന്നെ നമുക്ക് വേണ്ടുന്നത് പ്ലെയറാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അന്നേരം നമ്മൾ ഈ ലോക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, കാണാമോ? ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് റിങ്ങിൻ്റെ ഒരു ഭാഗം ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ടതിന് ശേഷം അത് സെൻറ്ററിലോട്ട് ആക്കണം. സെൻറ്ററിൽ ആക്കിയതിന് ശേഷം നമുക്ക് ആ ലോക്കിനകത്തോട്ട് വേണം ഇനി ഈ നൂലിൻ്റെ അറ്റം നമ്മളെന്ത് ചെയ്യും? ആ ലോക്കിനകത്തോട്ട് കയറ്റണം. കാണാമോ എന്നറിയാൻ വയ്യ. കണ്ടോ, ഇത് ഇച്ചിരി പാടാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കയറ്റണം. പിന്നെ നമ്മൾ 2 എടുത്തിരിക്കുന്നത്, 2 അതിനകത്ത് കയറ്റണം. എന്ന് ചോദിച്ചാൽ ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടി ഒരു ലോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് 2 നമുക്ക് കയറ്റിയിട്ട് വരാം. അങ്ങനെ നമ്മൾ നല്ല ഈ ഭാഗം ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ലോക്കായി നമുക്ക്. എന്നിട്ട് ഈ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണമെന്നറിയാം? ഈ ഭാഗം നന്നായിട്ട്, ഈ ഭാഗം നൂല് കാണാത്ത രീതിയിൽ നമ്മളെന്ത് ചെയ്യും? ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടും നമ്മൾ അത് കണക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിലിരിക്കും, ഇളകിപ്പോവാതെ ഇരിക്കും. അപ്പം നമുക്ക് ഈ ഒരു രീതിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അധികം വന്ന ഭാഗം അല്ലെങ്കിൽ നമ്മൾ ദേഹത്ത് കൊണ്ട് കയറും. അപ്പോൾ നമുക്കത് കത്രിക ഉപയോഗിച്ച് അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് പിടിപ്പിക്കുന്നത്. അന്നേരം ഈ നൂല് അഴിഞ്ഞു പോകത്തില്ല, നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യും. നമുക്കിനി മുത്ത് കോരുക്കാം. അന്നേരം നമ്മൾ ആദ്യം മുത്ത് കോർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനാണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് 3 ബ്ലാക്കും മുത്തും ഇട്ടിട്ട്, അന്നേരം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ മാലയ്ക്ക് എത്ര ഇറക്കം വേണോ അതിനനുസരിച്ച് വേണം നമുക്ക് ഇതിൻ്റെ നൂലെടുക്കാൻ. നമ്മളിപ്പോൾ 3 മുത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 0 മണിയാണ്, ചെറിയ മണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ കളർ 0 മണിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാണാൻ പറ്റുമോയെന്നറിയാൻ വയ്യ. അതുകൊണ്ട് ഇതേ രീതിയിലുള്ള ചെറിയ മുത്താണത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചക്കിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചക്കിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗോൾഡൻ മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ചക്കിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമ്മളൊരു ചെറിയ 0 മണിയാണ് ഇട്ട് കൊടുക്കുന്നത്.
അത് ഇച്ചിരി പാടാണ് കയറാൻ. അങ്ങനെ നമുക്ക് ഇതേ രീതി ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ ബ്ലാക്കാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിലാണ് പോകുന്നത്. സീറോ മണിയാണെങ്കിൽ അത് ഇച്ചിരി പാടാണ് കയറ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അന്നേരം നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഫുൾ ചെയ്തെടുത്തിട്ട് വരാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അന്നേരം നമ്മൾ മാല ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.